ലാലേട്ടൻ നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ യാത്രയാക്കിയ സമയത്ത് അഭിമാനത്തോടെ അവിടെ നിന്ന് യാത്രയാകുമെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് മുൻഷിയെക്കുറിച്ച് നമ്മളൊരു ഷോ കാണുമ്പോൾ ഒരാളെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. വെറും മുരടനായിട്ടുള്ളൊരു മനുഷ്യൻ. അങ്ങനെയാണ് തോന്നിയത്. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാണ്. വളരെ എന്താ പറയുക, ഭയങ്കര ദേഷ്യപ്പെടുന്ന, എന്ന് വെച്ചാൽ എന്തെങ്കിലും ചോദിച്ചാൽ എടുത്തടിച്ച പോലെ മറുപടി പറയുന്ന ഒരു കർക്കശക്കാരനായ ഒരു മനുഷ്യൻ. ഭയങ്കര ഒച്ചപ്പാടും വഴക്കൊന്നും ഇടത്തില്ല. ഭയങ്കര ഭയങ്കര ദേഷ്യം. സംസാരിക്കുമ്പോൾ ഒരു തരം ധാർഷ്ട്യമുള്ളത് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പം അപ്പം എനിക്കും തോന്നി, എന്തൊരു മനുഷ്യനാണിത്. ഇങ്ങനെയാണോ നമ്മൾ വിചാരിച്ചൊരു മുൻഷി? കുറച്ചും കൂടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് ഒന്ന് ഒന്ന് ചിരിച്ച് കളിച്ചൊക്കെ പുള്ളിക്ക് സംസാരിച്ചുകൂടെ എന്നൊക്കെ തോന്നി. പക്ഷേ ഇന്ന് മൂപ്പര് പോകാൻ സമയത്തൊരു ലെറ്റർ എഴുതിയായിരുന്നല്ലോ, പരാതി. ആ പരാതിയിൽ ലാലേട്ടന് കൊടുത്ത ലെറ്ററിൽ പുള്ളി എഴുതിയത്, പ്രിയപ്പെട്ട ലാലേട്ട, എനിക്കിവിടെ ആരോടും ഒരു പരാതിയുമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയത്. എന്ന് വെച്ചാൽ ആരെക്കുറിച്ചും അദ്ദേഹം ഒരു പരാതി എഴുതിയില്ല. അദ്ദേഹം കുറച്ചൊരു ദേഷ്യക്കാരനായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തോന്നുമെങ്കിലും, നമ്മൾ മനുഷ്യരെ അങ്ങനെയൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് മുൻഷി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം കേട്ടോ പറഞ്ഞത്. ചിലപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നിയതുപോലെ തോന്നണമെന്നില്ല. പക്ഷേ എനിക്ക് മുൻഷിയെക്കുറിച്ച് ഒരു മുൻധാരണയായിരുന്നു, അദ്ദേഹം ഒരു കർക്കശക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, എന്താണിങ്ങനെ, അങ്ങനെ തോന്നി. പക്ഷേ അദ്ദേഹം ഇന്ന് പോകുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര വിഷമവും തോന്നി. അദ്ദേഹം കുറച്ച് ദിവസം കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് തോന്നി. കാരണം എന്തോ നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കാൻ ഇനിയും ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എല്ലാ മനുഷ്യരും. അവിടെ എല്ലാവർക്കും ഒരുപാട് പരാതികളുണ്ടായിരുന്നു. മുൻഷിക്കും കുറേ പരാതികളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ, എന്താണ് ആ ഷോ, അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും എന്തിനാണ് വന്നിരിക്കുന്നത്. അവർക്കൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട്, ഓരോ സ്വപ്നങ്ങളുണ്ട്. അതിലേക്കുള്ള യാത്രയിൽ അവരൊക്കെ ഒരുപാട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ് അവിടെ ചെയ്യുന്നത്. ആ മനുഷ്യരെക്കുറിച്ച് എന്ത് പരാതി എഴുതാൻ എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളായിരിക്കാം അതിന് പ്രേരിപ്പിച്ചത്. ലാലേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഒരുപാട് അഭിമാനത്തോടെ ഒരുപാട് മനുഷ്യരുടെ ഇഷ്ടം നേടി തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും എനിക്കെന്തോ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായ ഒരു വീഡിയോ ഈ ചാനലിൽ ഇതുവരെ ചെയ്തിട്ടില്ല, ഇന്ന് അദ്ദേഹം പുറത്താകുന്നതുമായി ബന്ധപ്പെട്ടല്ലാതെ. കാരണം എന്തോ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് അദ്ദേഹം അകത്ത് നിന്നപ്പോൾ തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ചെയ്യാത്തത്. പക്ഷേ അദ്ദേഹം പടിയിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു മനുഷ്യനെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും നമുക്ക് അയാളുടെ ലുക്ക് കണ്ടിട്ടോ ഏതെങ്കിലും വിഷയങ്ങളിലുള്ള ഒരു പ്രതികരണം കണ്ടിട്ടോ മാത്രം നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല. നമുക്ക് ഏറ്റവും അധികം മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. ചിലപ്പോൾ മനസ്സിൽ ഒരുപാട് സ്നേഹം ഒളിപ്പിച്ചിട്ട് ഒരു മനുഷ്യൻ പുറമേ ദേഷ്യം കാണിക്കാം. ഒരുപാട് വെറുപ്പുള്ളിൽ വെച്ചിട്ട് പുറമേ സ്നേഹവും കാണിക്കാം. എന്തായാലും മുൻഷി രഞ്ജിത്ത് അധികം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ ബിഗ് ബോസിൽ നിന്ന് സന്തോഷത്തോടെ പടിയിറങ്ങുന്ന ഒരാളാണ്. ഇനിയുള്ളവർക്ക് ഇതുപോലെ ഇറങ്ങാൻ പറ്റുമെന്ന് കണ്ട് തന്നെ അറിയാം. എന്തായാലും ആ കാര്യത്തിൽ അദ്ദേഹം ഭാഗ്യവാനാണ്. തീർച്ചയായിട്ടും നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.